ബുക്കി എടുക്കും. എന്താ പരിപാടി? അവരെ കയറ്റി എടുത്തോണ്ട് നടക്കണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് ലിമറിക് ഷോപ്പിംഗ് സെന്ററിലാണ് ഗൈസ്. ക്രിസന്റ് ഷോപ്പിംഗ് സെന്റർ. ഗോൾവേയിൽ ഞങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുവാണ് ഷോപ്പെല്ലാം. അപ്പൊ ഇപ്രാവശ്യം വിചാരിച്ചു ഈ വീക്കെൻഡിൽ ഞങ്ങള് ക്രിസന്റിൽ വന്ന് വരകാന്ന്. ജാക്കറ്റ് ഒക്കെ നമുക്ക് അതിന്റെ അടിയിൽ ഇടാച്ചാ. രണ്ടുപേരും ഇവിടെ റെഡിയാണ് ഷോപ്പിങ്ങിന് പോകാനല്ലേ. ഇതില്ലാതെ ഇന്ന് നടക്കത്തില്ല. ഇത് കുറെ കാലമായിട്ട് പൊടി പിടിച്ച് കിടന്ന ഒരു സാധനമാണ്. ഇന്ന് നമ്മൾ വീണ്ടും പൊടി തട്ടിയെടുത്തു. ഓൾറെഡി കേറിയിരുന്നു. ഒരാൾ ഇവിടെ ബുക്കി കയറിയിരിക്കുന്നു, അടുത്ത ആൾ ഇവിടെ ഷോപ്പിംഗ് തുടങ്ങി. ഞങ്ങൾ മിക്കപ്പോഴും പോകാറുള്ള ഒരു ഷോപ്പിംഗ് സെന്റർ ആണിത്. എനിക്ക് കമ്മലിനോട് കുറച്ച് ക്രേസ് ഉള്ള ആളാണ് കേട്ടോ. വെറൈറ്റി കമ്മലുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്മസ് കമ്മലുകൾ ഞാൻ വാങ്ങിച്ചു. ആണോ? കാണാൻ രസമുണ്ടോ? ഇത് 19 യൂറോയുടെ 10 യൂറോയ്ക്ക്. അടിപൊളി. തലേ ദിവസം ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നിഷിയോട് റബിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജിത്തിന് ഓഫീസിൽ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇവർ കൂടാതെ വേറെ 2 ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുക, ഇഷ്ടപ്പെട്ടത് കണ്ടാ പറയാം. ഡിസ്കോ പാർട്ടിക്ക് പോകണോ? എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട എന്നാന്നറിയാമോ? ഈ സംഭവം ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അമേരിക്കയോ ഗ്ലോബൽ അമേരിക്കയൊക്കെ കാണിക്കുന്നുണ്ടോ അച്ഛാ? അഞ്ചലായ അമേരിക്കക്ക് എന്നാ അച്ഛാ വേണ്ടേ? അങ്ങനെ അമേലിയ ആഗ്രഹിച്ചതുപോലെ തന്നെ 2 സ്ലൈസ് റെയിൻബോ കേക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കുറച്ച് നാളായിട്ട് വിചാരിക്കും നമ്മുടെ ചൈൽഡ് മൈൻഡിന്റെ ഒരു ബാഗ് ഇതെടുക്കാം അല്ലേ. ഇടാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാൾ കിടക്കുവാണോ? ഇതെടുക്കാം. അങ്ങനെ നീണ്ട ഒരു ഷോപ്പിങ്ങിന് ശേഷം എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ലഞ്ച് ടൈമിൽ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. ഇനി എല്ലാവരും പോകാനുള്ള പരിപാടിയാണ്. രാവിലെ 10:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയതാണ്. വീട്ടിലെത്തിയപ്പോൾ വൈകിട്ട് 6:30 ആയി. ഇവരുടെ കെട്ടിപ്പിടുത്തവും ഉമ്മോടുപ്പും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവരെ വർഷത്തിലൊരിക്കലാണ് കാണുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇവരെ തലേ ദിവസവും ഇവർ കണ്ടതാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നല്ല തണുപ്പല്ലേ അച്ഛാ? തണുത്ത് കുറച്ച് ഓടിപ്പോയി കയറിയിരിക്കുന്നു.